ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഖ്റഉൽ അദാദ്, എണ്ണം വായിക്കുക. ഫീമാ യലി, താഴെയുള്ളവ. ഖിറാഅത്തുൻ സഹീഹത്തുൻ, ശരിക്ക് വായിക്കുക, എന്നുവെച്ചാൽ ഇറാബ് കൊണ്ട് വായിക്കുക, ഹർക്കത്തൊക്കെ ശരിക്ക് വായിക്കുക. ആദ്യത്തത് ഫി ഹാദൽ കിതാബി ഖംസുമിയത്തിൻ സുഫ്ഹത്തുൻ, ഈ പുസ്തകത്തിൽ 500 പേജുകളുണ്ട്. സഫ്ഹത്തുൻ, 500 പേജുകളുണ്ട്. കാരണം എന്താ, ഇവിടെ ഹംസു എന്താ, പിന്നെ മുബ്തദനുമാണ്. അപ്പോൾ ഹംസു. ഖറഅതു, ഞാൻ വായിച്ചു. മിൻഹ, അതിൽ നിന്ന് വായിച്ചു. അപ്പോൾ എന്താ വരാ, എത്ര വായിച്ചു? അർബഅ, മഫ്ഊലുൻ ബിഹി മൻസൂബ്. 400 സുഫ്ഹത്തിൻ, 400 പേജുകൾ വായിച്ചു. ഇനി അടുത്ത നോക്കൂ. സമനു തസ്കിറത്തി, ടിക്കറ്റിൻ്റെ വില. തസ്കിറത്ത് ടിക്കറ്റിൻ്റെ വില 900 ജുനൈഹിൻ, 900 ഡോളറാണ്. 900. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത നോക്കൂ. ഇസ്തറൈതു ഹാദ സിവാറി ബി 700 ജുനൈഹിൻ. ജുനൈഹിൻ എന്ന് പറഞ്ഞൊരു കറൻസിയാണ്. അപ്പോൾ ബി വന്നുകൊണ്ട് എന്തായി, ബി 700 പൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ജുനൈഹിൻ. യദ്റുസു ഫി ഹാദിഹിൽ കുല്ലിയത്തി, ഈ കോളേജിൽ പഠിക്കുന്നത് 600 ത്വാലിബിൻ. എത്ര? 600 ത്വാലിബിൻ, 600 വിദ്യാർത്ഥികൾ. ബാറക്കല്ലാഹു ഫീക്കും. ജിഅ്തു ഇലൽ മദീനത്തിൽ മുനവ്വറത്തി, ഞാൻ മദീനത്തിൽ മുനവ്വറയിൽ വന്നു. ആമ ഏത് വർഷം? ആമ എന്ന് പറഞ്ഞ വർഷം, വർഷത്തെ പറയാണ്. 400 വ അൽഫിൻ ലിൽ ഹിജ്റ, ഹിജ്റ 1400 വർഷത്തിൽ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ മുദാഫിലയായതുകൊണ്ട് മജ്റൂറായി. ഇനി അടുത്ത നോക്കാം. അൽ യഹൂദ് എന്ന് പറഞ്ഞ വാക്ക്, അത് ഇസ്മാണ്. ജിൻസിൻ ജമ്മീൻ, ബഹുവചനത്തിൻ്റെ ജിൻസ്പ്പെട്ട എന്ന് പറഞ്ഞാൽ വർഗത്തിൽപ്പെട്ട ഇസ്മാണ്. വ ഇസ്മുൽ ജിൻസുൽ ജംഇയ്യു, എന്താ ഇസ്മുൽ ജിൻസുൽ ജംഇയ്യു? ഹുവല്ലദി, അത് യാതൊന്നാണ്. എന്ത്? യുഫർറിഖു ബൈനഹു വ ബൈന വാഹിദിഹി, അത് വ്യത്യസ്തമാക്കുന്നു ഏകവചനത്തെ. ബിൽ യാഇ ഔ ബിത്താഇ, താ കൊണ്ടോ യാ കൊണ്ടോ കൂട്ടിച്ചേർത്തിയാൽ എന്താകും? അത് ഏകവചനത്തിൽ നിന്ന് വ്യത്യസ്തമാകും, അഥവാ അത് ബഹുവചനാകും. മനസ്സിലായി? നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. അംസിലത്തുൽ ഇഫ്രാദി ബിൽ യാഇ, അപ്പോൾ യാ കൊണ്ടുള്ള ഉദാഹരണങ്ങൾ. യഹൂദ് എന്ന് പറഞ്ഞാൽ യഹൂദികൾ, അത് ബഹുവചനാണ്. അത് നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ വായിച്ചത്. ഇസ്മു ജിൻസിൻ ജമ്മിയുൻ, ബഹുവചനത്തിൻ്റെ വർഗത്തിൽപ്പെട്ട ഇസ്മാണ് യഹൂദുൻ, യഹൂദികൾ. അപ്പോൾ അതിന് ഏകവചനം എങ്ങനെയാക്കാം? യഹൂദിയുൻ. അപ്പോൾ ഒറ്റ യഹൂദൻ. ആ യാ ചേർത്താൽ, ഇത് നേരത്തെ നമ്മൾ പഠിച്ച നസ്ബിൻ്റെ യാ അല്ല കേട്ടോ. നമ്മൾ പഠിച്ചില്ല, ദീനിയുൻ, മതബോധമുള്ള. ആ നസ്ബിൻ്റെ യാ അല്ല ഇത് ബഹുവചനാക്കുന്ന യാ ആണ്.
അല്ല, ഏകവചനാക്കുന്ന യാ ആണ്. ഏകവചനയാക്കുന്ന യാ ആണ്. അറബുൻ അത് ബഹുവചനാണ്. അറബികൾ. അറബിയുൻ ഏകവചനം, ഒറ്റ അറബി. റൂമുൻ റോമക്കാർ. റൂമിയുൻ ഒറ്റ റോമക്കാരൻ. തുർക്കുൻ തുർക്കികൾ. തുർക്കിയുൻ ഒറ്റ തുർക്കിക്കാരൻ. ഇംഗ്ലീസുൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടുകാർ. ഇംഗ്ലീസിയുൻ യാ ചേർത്തിയ ഏകവചനവും, ഒറ്റ ഇംഗ്ലീഷുകാരൻ. ഇനി വാംസിലത്തുൽ ഇഫ്രാദ് ബിത്ത, ഇനി താ ചേർത്തിയിട്ടുള്ളത്. താ ചേർത്തുമ്പോൾ ബഹുവചനാകുന്ന ഉദാഹരണങ്ങൾ, അല്ല ഏകവചനാകുന്ന ഉദാഹരണങ്ങൾ, ക്ഷമിക്കണം. സമക്കുൻ മത്സ്യം, മീൻ. മത്സ്യങ്ങൾ, മീനുകൾ, ബഹുവചനം സമക്കുൻ. അതിനെ ഏകവചനാക്കാൻ എന്താ ചെയ്യുക? സമക്കത്തുൻ ഒറ്റ മീൻ, ഒറ്റ മീൻ. ഷജറുൻ വൃക്ഷങ്ങൾ, മരങ്ങൾ. ഷജറത്തുൻ ഒറ്റ മരം. തുഫാഹുൻ ആപ്പിളുകൾ. തുഫാഹത്തുൻ ഒറ്റ ആപ്പിൾ. ഇനബുൻ മുന്തിരികൾ. ഇനബത്തുൻ ഒറ്റ മുന്തിരി. മൗസുൻ ബനാന പഴം. മൗസത്തുൻ കുറേ പഴങ്ങൾ. ഹബ്ബുൻ അല്ല മൗസത്തുൻ ഒറ്റ പഴം. ഹബ്ബുൻ ധാന്യങ്ങൾ. ഹബ്ബത്തുൻ ഒറ്റ ധാന്യം. അപ്പോൾ യാ ചേർത്തിയാൽ എന്ത് സംഭവിക്കും? ഏകവചനാവും. യഹൂദുൻ യഹൂദിയുൻ. അപ്പോൾ യഹൂദുൻ ബഹുവചനം, യഹൂദിയുൻ ഏകവചനം. താ ചേർത്തിയാൽ ഏകവചനാവും. സമക്കുൻ ബഹുവചനം, സമക്കത്തുൻ ഏകവചനം. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതോടെ പാഠം 3 കഴിഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.